ഹായ് അബീബി, നാളെ സ്റ്റാർട്ട് ചെയ്യാം എന്ന് എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, ശരിയല്ലേ? ഒരാൾ ജിമ്മിന് പോകാൻ ചോദിക്കും, നാളെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, എക്സസൈസ് ചെയ്യാം, നാളെ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ ചെയ്യാറുണ്ടോ? ഇല്ല, അല്ലേ? ഇത് നാളെ 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 നീളെ നീളെ നീളെ, സത്യമല്ലേ? ഇവിടെ സംഭവിക്കുന്നത് ഈ നാളെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ സെൽഫിനോട് നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ അപരാധമാണ്. സോ നമുക്കൊരു സെൽഫ് ബിലീഫ് പോലും നഷ്ടപ്പെടുകയാണ്. കാരണം നമ്മുടെ മൈൻഡ് തന്നെ നമ്മളെ പറ്റി ചിന്തിക്കാൻ, ഇവൻ എന്തൊരു മനുഷ്യനാണ്, ഇവൻ ഒന്ന് പറയും അതൊന്നും ചെയ്യൂല. സോ നമ്മൾ ആ സെൽഫ് കോൺഫിഡൻസ് അവിടെ വെച്ചതേ നഷ്ടപ്പെടുകയാണ്. മറ്റുള്ളവരെന്ത് പറയുന്നു, മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു എന്നൊന്നുമല്ല നമ്മുടെ പ്രശ്നം. വാട്ട് യു ഹാവ് ടു തിങ്ക് അബൌട്ട് യുവർ സെൽഫ്. നിങ്ങളുടെ മൈൻഡ് നിങ്ങളെ പറ്റി എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഒരു സക്സസ്ഫുൾ ജേണിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. സോ മറ്റുള്ളവരെ പറ്റി ചിന്തിക്കാതെ, ചുറ്റുമുള്ള ഭാഗങ്ങളെ പറ്റി ചിന്തിക്കാതെ, നിങ്ങൾ ഓൺലി തിങ്ക് അബൌട്ട് യുവർ സെൽഫ് ഫോർ യുവർ ഡെവലപ്മെൻറ്റ്. നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ അഷ്വർ ചെയ്യുക, യു ആർ എ ക്രെഡിബിൾ പേഴ്സൺ, യു ഡിഡ് നോട്ട് ലൈ യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളോട് തന്നെ നുണ പറയില്ല എന്നുള്ള രൂപത്തിൽ. അങ്ങനെ നമ്മൾ നമ്മുടെ മൈൻഡിനോട് നമ്മൾ പറയുന്ന നാളെ ഞാൻ ചെയ്യും എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയാൽ നമ്മുടെ ബോഡിയും നമ്മുടെ മൈൻഡും പറയും, ഇവൻ കൊള്ളാം, ഈസ് എ ഗുഡ് ഗായ്. സോ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുന്നതായി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതാണ് ലൈഫ്. സോ തുടങ്ങാം എന്ന് പറയുന്നതിലാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒന്ന് തുടങ്ങിയാൽ ഇറ്റ്സ് വെരി ഈസി. ആ ഒരു മടിയും ആ ഒരു സ്റ്റാഗ്നസുമാണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത്. അതിനെ ഓവർകം ചെയ്ത് നമ്മൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്യുക. ഡു ഇറ്റ് 5 minutes, ഡു ഇറ്റ് 10 minutes, എനിത്തിങ്. എന്താണോ നിങ്ങൾ വിചാരിക്കുന്നത് അത് ചെയ്തു തുടങ്ങുക. പിന്നെ അത് ഓട്ടോമാറ്റിക്കായി നടന്നോളും. So that is life. So enjoy life. Happy mindset. Take care. Bye.